ചൂടെടുത്തിട്ട് പിരാന്താവുണ്ട് കേരളത്തില്. ചൂടെടുത്തിട്ട് നിക്കാൻ വയ്യ, മനസ്സിൽ സന്തോഷമില്ല. എന്താ വെച്ചാൽ എല്ലാരും ഈ റൂമിൽ കയറിയ പിന്നെ അവനെ കാണാൻ പറ്റുള്ള ഒരു ദിവസത്തിന്. ആഫീഫ് ആ റൂമിൽ കയറിയ പിന്നെ ആഫീഫിനെ കാണാൻ പറ്റില്ല. അത് വലിയൊരു പേരെയാണ്. അല്ല, ഓലിറങ്ങി വരൂല, ഒരു മടിയാണ്. ഒരു ചോറുന്നാൻ വരെ വരുന്നില്ലെന്ന്, നോമ്പെടുക്കണ മേലെ കയറിയിട്ട്. അപ്പൊ നമ്മക്ക് എന്താ, നമ്മൾ ഇട്ടാവട്ടുള്ള ഒരു വീട് കിട്ടിയാലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ഒരു തണുപ്പുള്ള വില കിട്ടിയിരിക്കണം, തണുപ്പ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. ഒന്ന് പോയോക്കിയറ്റെ. എന്താ വിശേഷം മൊത്തത്തില്? വിശേഷം നല്ല തന്നെയാണ്. ഈ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ ചൂടെടുക്കുമ്പോ എന്താണ് പറയാനുള്ളത്? ചൂട് 10 ദിവസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 10 ദിവസം തുടങ്ങിയിട്ട് 20 ദിവസമായി. 10-12 ദിവസമായി നല്ല ചൂടുണ്ട് പറഞ്ഞു. അപ്പൊ അനുഭവിക്കാന്നാണ് അച്ഛമ്മത്താക്ക് പറയാനുള്ളത്. അകം പുറമായ ഉണ്ടാകുന്നുണ്ട്, ആവില്ല ഇല്ലല്ലോ. അതാ പറഞ്ഞത്, സമൂഹം ഗതി കെട്ടിക്കൊണ്ടിരിക്കാണ്. അത് പറഞ്ഞിട്ട് നമ്മള് ഗതികൾ തീരണമെങ്കിൽ ഇതിന്റെ അടിക്ക് തന്നെ പോണം, അല്ലാതെ തീരൂല. മണ്ണിന്റെ അടിക്കോ? അല്ലാത്ത ഗതികൾ തീരൂല. അത് രാവിലെ നമ്മൾ നിൽക്കണോടത്തോളം കാലം നമുക്ക് ഗതികൾ തന്നെയാണ്. ചൂടെടുക്കണ ആദ്യമായിട്ടേനി, ഇത്ര ചൂടെടുക്കല്ലേ? ചൂടുണ്ട്. 10-12 ദിവസം നിറഞ്ഞില്ല, നല്ല ചൂട്. പക്ഷെ നമ്മളെ പേര് അത്ര ചൂടില്ലേ, നമ്മളെ പേരെ ഭയങ്കര സുഖേനി. അതൊന്നും അങ്ങനെ ചാലായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കൂടി തിരിഞ്ഞു നോക്കി ചാലാവും. ആഴ്ച മാത്രം രാവിലെ തന്നെ മഴക്കാലം തുടങ്ങാൻ പോവാണ്, ഇനി പെര മാറണ്ട. ഞാൻ പറഞ്ഞ അയലത്തിട്ടൊക്കെ എടുത്ത ചളി മഴ വരും പറഞ്ഞു. ഇതെന്നെ പണിയാവും. പറയണ പോലല്ല, ചൂടെടുത്തിട്ട് പിരാന്താവുണ്ട് കേരളത്തില്. അത് ഞമ്മക്ക് നല്ല എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്, സഹിക്കാൻ കഴിയണില്ല.